ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തക്കാളി കൃഷി എങ്ങനെ വിജയകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തക്കാളി ചെടി നടുന്ന വീഡിയോ തൊട്ട് നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഗ്രോ ബാഗൊക്കെ ഉണ്ടാക്കി, ഇത് കണ്ടോ, നമ്മൾ സിമെൻറ്റ് ചാക്കും കൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കി അതിൽ നമ്മൾ തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ ക്യാനുകളിലാണ് നട്ടത്. അതിൽ പിന്നെ നമ്മളതിന് വള്ളി കെട്ടി കൊടുക്കുന്നതും എല്ലാം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തക്കാളി തൈകൾ നടുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ തക്കാളി തൈ പറിച്ച് നടുന്ന സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ തക്കാളി കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ തക്കാളിക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്ടരോഗം ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൈകൾ ട്രേകളിൽ പാകിയിട്ട് നമ്മൾ വേരൊന്നും പൊട്ടിപ്പോകാതെ പറിച്ച് നടുന്നതാണ് നല്ലത്. കാരണം പറഞ്ഞാൽ വേരുകൾ പൊട്ടിപ്പോയി നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേരിൽ കൂടെ രോഗങ്ങൾ പകരുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വാട്ടരോഗം വരികയും ചെയ്യും തക്കാളിക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ അല്ലെങ്കിൽ പച്ചക്കക്കയോ ഏതെങ്കിലും ഇട്ട്, പച്ചക്കക്കപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം അതിലോട്ട് തക്കാളി തൈകൾ പറിച്ച് നടാനായിട്ട്. പറിച്ച് നടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒന്നുകിൽ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം തൈകൾ നടുക, അല്ലെങ്കിൽ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ തക്കാളിക്ക് ഉണ്ടാകുന്ന വാട്ടരോഗങ്ങളിൽ നിന്ന് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പറിച്ച് നട്ടതിന് ശേഷവും 15 ദിവസം ഇടവേളകളിൽ തക്കാളി തൈ എത്ര വലുതായാലും നമ്മൾ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാട്ടരോഗം എന്ന് പറഞ്ഞൊരു പ്രശ്നമേ നമ്മുടെ തക്കാളി തൈകൾക്ക് ഉണ്ടാവില്ല. പിന്നെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും നമ്മൾ എന്തെങ്കിലും ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുക. ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണൊന്ന് മേളിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കുക. തക്കാളി തൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മണ്ണിടുന്തോറും അതിൻ്റെ മുകളിൽ തണ്ടിലോട്ട് മുകളിലോട്ട് കയറി ഇതിന് വേരുകൾ ഉണ്ടാവും. അപ്പോൾ ആ വേരുകൾ മൂടി നമ്മൾ വളമിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ചീത്തയായ ഇലകൾ, മഞ്ഞ കളറായ ഇലകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് മണ്ണിൽ നിന്ന് രോഗബാധകൾ കയറി വരികയും ചെയ്യും, തക്കാളി തൈനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തക്കാളി തൈ എന്ന് വെച്ചാൽ ഇതുവരെ ഒരു കീടബാധകളും വന്നിട്ടില്ല. നല്ല രീതിയിൽ, ഇത് കണ്ടോ, നല്ല രീതിയിൽ കുലയായിട്ട് നമുക്ക് തക്കാളി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഉണ്ടായ, ഇത് കണ്ടോ, ഇതൊക്കെ ആദ്യമേ ഉണ്ടായതാണ്. ഇതിൻ്റെ ഒറ്റ ഇതുപോലും പിടിക്കാതെ വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യമാണ്, ഫിഷ് അമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴാണ് കേട്ടോ ഇതുപോലെ എല്ലാത്തിലും കായ്കൾ പിടിക്കാനായിട്ട് തുടങ്ങിയത്. എല്ലാത്തിലും നിറച്ച് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു 2 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 2 മാസം ആയതാണ്. ഇത് ശർക്കരയും അതേപോലെ തന്നെ മത്തിയുടെ വേസ്റ്റും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നാലും ഒന്നും ഒരു സ്മെല്ലും ഇല്ല. ഒരു 1.5 മാസം തൊട്ട് നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് അരിച്ച് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചുവട്ടിലും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒരു 5 ml ഒക്കെ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കി നമുക്ക് ചുവട്ടിലും ഒഴിക്കാം. അതേപോലെ തന്നെ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറേശ്ശെ നമ്മൾ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ ക്യാപ്പുകളുണ്ടല്ലോ, ഇതിൽ 1 ലിറ്ററിന് ഇതിനൊരടപ്പ്, അങ്ങനെയാണ് കേട്ടോ. ഇത് 5 ml ഈ അടപ്പ്. അത് ഈ ക്യാപ്പ്, ഇത് നമ്മൾ ഈ ചുമയുടെയൊക്കെ മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ക്യാപ്പാണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 ലിറ്ററിന് 5 ml എന്ന കണക്കിൽ നമുക്ക് എത്ര ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് അത്രയും ml എടുത്ത് അത്രയും അടപ്പൊഴിച്ച് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലുകളിൽ, ഇതിപ്പോൾ നമുക്ക് അരിച്ച് സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അരിച്ചിട്ട് വരുന്ന ബാക്കി ഭാഗം ഇത് വെള്ളത്തിലോട്ട് വെള്ളത്തിൽ നമ്മൾ ചേർത്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതും ഫിഷ് അമിനോ ആസിഡാണ്. നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടിയ ഫിഷ് അമിനോ ആസിഡാണ് ഇത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് നല്ല വിലയാണ് കേട്ടോ. ഇതിന് ഇത്ര 100 ml 140 രൂപയൊക്കെ വില വരും. അപ്പോൾ ഈ സാധനം നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. മത്തിയുടെ വേസ്റ്റും ശർക്കരയും മാത്രം മതി. എത്ര മത്തിയുടെ വേസ്റ്റാണോ എടുക്കുന്നത് അത്രയും തന്നെ ശർക്കരയും എടുത്ത് നമ്മളൊരു കുപ്പിയിലിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. ഒരു 40 ദിവസം കഴിയുമ്പോഴേക്കും ഫിഷ് അമിനോ ആസിഡ് റെഡി ആയിട്ടുണ്ടാവും. അത് നമുക്ക് എത്ര നാൾ വരെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു ചീത്തയാവോ ഒന്നും ചെയ്യില്ല. അടപ്പ് നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. പക്ഷേ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഇത് 1 ലിറ്റർ വെള്ളം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ ഈ ഒരു അടപ്പിലേക്ക് നമുക്കൊരടപ്പ് എടുക്കാം. 5 ml ആണ്. ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ml ഒക്കെ എടുത്താലും മതി.
അപ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടോ, ഇത് 5 ml ആണ്. ഈ 5 ml നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ചെടികളെ നല്ല രീതിയിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതലായിട്ടും നൈട്രജനാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു 90% ഫിഷ് അമിനോ ആസിഡിൽ നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നത്. ബാക്കിയാണ് പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളൂ. ബാക്കി NPK വളങ്ങൾ ബാക്കി 10% അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പിന്നെ ഇത് ചെയ്തു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗകീടബാധകൾ വളരെ കുറവായിരിക്കും കേട്ടോ. ഇതിൽ ഇലകളിൽ വരുന്ന രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ നമ്മൾ തക്കാളിയിൽ വീണു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ഇലകളിൽ കൂടെ ചെടികൾ ആഗിരണം ചെയ്ത് പെട്ടെന്നുള്ള വളർച്ചയ്ക്കും രോഗബാധകൾക്കും ഒക്കെ ഇത് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കായ്കൾ കൊഴിഞ്ഞു പോകുന്നതിനും വളരെ നല്ലതാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പൂക്കാറാകുന്ന സമയത്ത് തക്കാളിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. നല്ലതാണ്, നല്ല വളവുമാണ്, അതേപോലെ തന്നെ ഒരു കീടനാശിനി കൂടിയാണ്. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റ് രോഗങ്ങളും അത് കീടങ്ങളൊക്കെ വരാതെ ഇത് നോക്കിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തക്കാളി തൈ വിജയകരമായിട്ട് നമുക്ക് നട്ടു കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്കിപ്പോൾ തക്കാളി കൃഷി ചെയ്യാൻ പറ്റിയ സമയവും കൂടിയാണ് കേട്ടോ. നന്നായിട്ട് തക്കാളി ഉണ്ടാവുന്ന സമയമാണ് ഈ സമയത്ത്. എല്ലാവരും ഒരു 5 കടയെങ്കിലും നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 5 കട തക്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തക്കാളി വാങ്ങിക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ നമുക്ക് എല്ലാ സമയവും തക്കാളി കൃഷി ചെയ്യാമെങ്കിൽ പോലും ഈ സമയത്താണ് കൂടുതലായിട്ടും തക്കാളി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുക. നമുക്ക് നല്ല രീതിയിൽ തക്കാളി പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്